ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ കൂടെയുള്ളൊരു വാഹനം ഞാൻ എപ്പോഴും ചെയ്യണ പോലത്തെ ഒരു വെഹിക്കിളല്ല. അതൊരു പ്രത്യേകതരം വെഹിക്കിളാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഒരു വിൻറ്റേജ് കാറാണ്, പ്ലസ് അതൊരു EV ആണ്. എൻ്റെ തമ്മിൽ കണ്ടാൽ എല്ലാവർക്കും അറിയാം. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതൊരു എന്താ പറയുക, നമുക്കൊരു ഫൺ ഒരു വെഹിക്കിളാണ് ശരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ വാഹനത്തിൻ്റെ ഓണർ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയും. എനിക്കും കൂടുതൽ എന്താണെന്ന് അറിയില്ല ഈ ഒരു വണ്ടീനെ പറ്റി. അപ്പോൾ ഇത് പുറത്ത് ചെയ്തെടുത്തൊരു വാഹനമാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെച്ചൂസ് കാക്കാസിലേക്ക് സ്വാഗതം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിൻറ്റേജ് കാർ, ഡ്രീം മാസ്റ്റർ വിൻറ്റേജ് EV എന്നാണ് ഈ വാഹനത്തിന്റെ പേര്. അപ്പം കുറെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിന്റെ ഓണറിനോട് നമുക്ക് ചോദിച്ചറിയാം. ഓണർ ഇതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണം. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ പേര് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. എന്റെ പേര് ഗോർഡൻ. ഞാൻ ഈ കുതിരക്കൂർക്കരി കളത്തിലെ തന്നെയാണ് എന്റെ താമസം. ഞാൻ പുറത്തായിരുന്നു, 10-20 വർഷമായിട്ട് ഗൾഫിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ സെറ്റിൽഡ് ആയി കുവൈറ്റിൽ കൊച്ചിയിലേക്ക്. ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണം. ഈ വണ്ടി എവിടെ നിന്നാണ് മാനുഫാക്ചർ ചെയ്തത്, അതിന്റെ ബാറ്ററി ബാക്കപ്പ്, പിന്നെ നമുക്ക് വാറന്റി കാര്യങ്ങളെല്ലാം അറിയണം. എത്ര കിലോമീറ്റേഴ്സ് പോയി അതെല്ലാവർക്കും അറിയണം. എന്ന് വെച്ചാൽ ഇനിയും ആൾക്കാർക്ക് ഇനി എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഞാൻ ഓടിച്ചു നോക്കിയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളാണ് അപ്പോൾ ചേട്ടൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇതിന്റെ മൈലേജ് പറയുന്നത് 100 കിലോമീറ്റേഴ്സ് ആണ് കമ്പനി പറയുന്നത്. ഞാനിപ്പോ ഇത് ഒരു ഓൾമോസ്റ്റ് 600 കിലോമീറ്റേഴ്സ് ഞാൻ തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു വിത്തിൻ 1 മന്ത്. അതിൽ എനിക്ക് തോന്നുന്നത് ഒരു 80 കിലോമീറ്റേഴ്സ് ഒക്കെ ഈസി ആയിട്ട് കിട്ടും. കാര്യം ഇതിന്റെ നമ്മൾ കൂടുതൽ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബാറ്ററി താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു വേരിയേഷൻ ഞാൻ കണ്ടു. പക്ഷെ അതർവൈസ് 80 കിലോമീറ്റേഴ്സ് നോർമൽ സ്പീഡിൽ ഒരു 30-35 റേഞ്ചിൽ നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്ത് നിൽക്കുവാണെങ്കിൽ 80 കിലോമീറ്റേഴ്സ് കൂടുതൽ നമുക്ക് മൈലേജ് ഇട്ട് തരും. പിന്നെ ഇതിന്റെ ബാറ്ററിയുടെ വാറന്റിയുടെ കാര്യം ചോദിച്ചത്, ഇത് 3 years വാറന്റിഡ് ബാറ്ററിയാണ്, ലിഥിയം അയൺ ബാറ്ററിയാണ്. നല്ല പവർഫുൾ ബാറ്ററി തന്നെയാണ് യൂസ് ചെയ്തത്, സിംഗിൾ ബാറ്ററിയാണ്. പിന്നെ ഇതിന്റെ ചാർജിങ് ടൈം 4 hours ആണ് ജനറലി. കറന്റ് കൺസപ്ഷൻ മാക്സിമം അതൊരു 5 to 6 യൂണിറ്റ്സ് ആണ് ഇതിന്റെ കറന്റ് കൺസപ്ഷൻ. അപ്പൊ കമ്പാരിറ്റീവ്ലി പ്രൈസ് വൈസ് അത്രയും ചീപ്പറാണ്. ഇത് ഇത് സിർസ പഞ്ചാബിൽ നിന്നാണ് ഇതിന്റെ ഹരിയാന, പഞ്ചാബ് ആ സൈഡിൽ നിന്നാണ് ഇതിന്റെ കൂടുതൽ ഇങ്ങനെയുള്ള വെഹിക്കിൾസിന്റെ ഡിസ്ട്രിബ്യൂഷൻ മാനുഫാക്ചർ സെന്റേഴ്സ് ഉള്ളൂ. ഈ കേരളത്തിൽ ഇല്ല ഇത്. ആക്ച്വലി ഇവർക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് മലപ്പുറത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അത് വർക്കിംഗ് അല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അവിടെ നിന്ന് സിർസയിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് വണ്ടി വിട്ടു തന്നതാണ്. ഏതാണ്ട് ഒരു 1 month ടൈം എടുത്തു അവരുടെ മാനുഫാക്ചർ. നമ്മൾ ബുക്ക് ചെയ്തതിനു ശേഷം, നമ്മൾ അഡ്വാൻസ് പേ ചെയ്തതിനു ശേഷം 1 month ടൈം എടുത്തു. എനിക്ക് പിന്നെ അറിയേണ്ടത് നമ്മുടെ ഈ മോട്ടർ ഏത് രീതിയിലുള്ള മോട്ടർ എന്ന് വെച്ചാൽ സാധാരണ ഇത് വീൽ ഡ്രിവൻ മോട്ടർ അല്ല, സെപ്പറേറ്റഡ് മോട്ടറാണ്. ഇപ്പോ കുറച്ചും കൂടി പവർഫുൾ ആയ മോട്ടർ ആയതുകൊണ്ട് അങ്ങനെ അവർ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതെന്ന് മാത്രം. അപ്പം നോർമലി ഡ്രം മോട്ടേഴ്സ് ആണ് നമ്മളിവിടെ കാണുന്ന ജനറൽ വെഹിക്കിൾസ്, ഇലക്ട്രിക് വെഹിക്കിൾസിൽ കാണുന്നത്. പക്ഷെ ഇതിന് പുറത്താണ് വെച്ചേക്കുന്നത്, ഹൗസിംഗ് മൗണ്ടഡ് ആണ് ഇതിന്റെ മോട്ടർ വെച്ചേക്കുന്നത്. നല്ല പവർഫുൾ മോട്ടറാണ്. ഞാൻ നോക്കിയിട്ട് ഇതിന്റെ കപ്പാസിറ്റി പറയുന്നത് ഒരു 400 kilos, അപ് ടു 400 kilos വരെ ഇതിൽ കയറി ഈസി ഡ്രൈവിംഗ് ആണ്. പിന്നെ നമുക്ക് റോട്ടിൽ പോകുമ്പോൾ MVDയുടെ ചെക്കിങ്ങും കാര്യങ്ങളും. നോൺ RTO ആണ് ഇത്. ഇതിന്റെ സ്പീഡ് സ്പെസിഫിക്കേഷൻ സ്ലോ സ്പീഡ് വെഹിക്കിൾസ് എന്നാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത് തന്നെ. അപ്പൊ അവരുടെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും അവരിൽ തന്നെ ഉണ്ട്. അപ്പം ഇത് ജനറലി ഇറങ്ങുന്ന തന്നെ നോൺ RTO ആയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ ഇതിന് ലൈസൻസ് വേണ്ട. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും ഓടിക്കാം, ആയിരിക്കും ഓടിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ നമുക്ക് ഇത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇത് ഓൺലൈനിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് നമ്പേഴ്സ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതിൽ തന്നെ പോയിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്ത് ബുക്ക് ചെയ്യാം. ഇതിന്റെ വെബ്സൈറ്റിൽ ഗ്രീൻ മാസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ വെബ്സൈറ്റ് എല്ലാം ഓപ്പൺ ആവും. പിന്നെ എനിക്ക് ഇതിന്റെ ഡ്രൈവ് കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ്? ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് അവര് ചെയ്തേക്കുന്നത്. ഇത് ആക്ച്വലി അവര് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ലേഡി ഡ്രൈവേഴ്സും കിഡ്സും യങ്സ്റ്റേഴ്സ്. ഇത് അവര് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോ ഒരു ഗോൾഫ് കാർട്ട് കൺസെപ്റ്റിലാണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോ ഇത് ഈസി ആയിട്ട് ഈ ഫീൽഡ്സിലും അതേപോലെ വർക്ക് ഏരിയാസിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ അവർ അതിൽ നിന്ന് ഇവോൾവ് ചെയ്തിട്ടാണ് ഈ വലിയ ടയേഴ്സും
പവർഫുൾ മോട്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇത് നമ്മുടെ നോർമൽ ബൈക്സിൽ തന്നെ ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത് എൻഫീൽഡിന്റെ ടയറാണ്. എൻഫീൽഡ് ടയർ. ഇപ്പൊ ടെയിൽ ലാമ്പ് നോക്കിയാൽ അറിയാം, എൻഫീൽഡിന്റെ ടെയിൽ ലാമ്പാണ്. ബേസിക്കലി അവര് വിന്റേജിന്റെ ഷേപ്പ് അവര് പേറ്റന്റ് എടുത്തെങ്കിലും ഇതിന്റെ യൂസേജ് എല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ടോട്ടൽ കാർ ഇസ് മെയ്ഡ് ഇൻ ഇന്ത്യ. എല്ലാം ഇപ്പൊ നോക്കിയാൽ എൻഫീൽഡിന്റെ മിറേഴ്സ് ഇതെല്ലാം യൂസ് ചെയ്തേക്കണം. പിന്നെ അവരുടെ ഇപ്പൊ ഞാൻ എടുത്തതിന്റെ ബേസിക് റീസൺ, ടൂറിസ്റ്റ് കുറെ പേര് നമ്മുടെ കൊച്ചിയിലേക്ക് വരുന്നുണ്ട്, അപ്പൊ അവർക്കും ഡ്രൈവ് ചെയ്യാം, അപ്പൊ റെന്റലായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ വെഡിങ്സിന് ഇത് എന്തായാലും വെഡിങ്സിന് എന്തായാലും ആൾക്കാർ ചോദിക്കും, അങ്ങനത്തെ ഒരു വെഹിക്കിൾ ആണ്. യെസ്, തീർച്ചയായിട്ടും. അപ്പൊ എന്നോട് ഓൾറെഡി ഇപ്പൊ ഞാൻ ഡ്രൈവ് ത്രൂ ചെയ്യുമ്പോൾ തന്നെ കുറെ പേര് സ്റ്റോപ്പ് ചെയ്ത് ഫോട്ടോഗ്രാഫ്സ് എടുക്കലും എന്റെ നമ്പർ വാങ്ങിച്ചിട്ട് പോവാറുണ്ട്. അപ്പൊ ഇത് പ്യൂർലി ഞാൻ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വാഹനത്തിന്റെയും പിന്നെ നമ്മുടെ ഇതിന്റെ ഓണറിന്റെ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളും ഞാൻ ഈ വാഹനത്തിന്റെ എല്ലാം കൊടുത്തേക്കാം. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ആഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരു വെഡിങ് ആണെങ്കിൽ, ഒരു വാഹനം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ജസ്റ്റ് കോൾ ചെയ്യുക. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഇതിന്റെ ഡ്രൈവ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. ഇപ്പൊ ഇതിന്റെ നോർമൽ ഇഗ്നിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇതിന്റെ നോർമൽ അതിന്റെ മീറ്റേഴ്സും ഗേജസും കാണിക്കും. ഇതിന്റെ അകത്ത് അതിന്റെ കിലോമീറ്റേഴ്സ് കാണിക്കുന്നതാണ്. ഇത് ബാറ്ററി പവർ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ബാറ്ററിയുടെ പവർ കാണിക്കുന്നതുണ്ട്. അപ്പോൾ വൺസ് യുവർ ഇഗ്നിഷൻ ഇസ് ഓൺ, പിന്നെ ഇതാണ് അതിന്റെ ഡ്രൈവ് ഗിയർ. ഇത് റിവേഴ്സ്, ഏറ്റവും ഡൗണിലേക്ക് അടിക്കുന്ന റിവേഴ്സ്, ഇത് ഫോർവേഡ്, സെൻട്രൽ വന്ന ഫോർവേഡ്, ഇത് സ്പീഡ്. ഇങ്ങനെ 3 ഗിയേഴ്സ് ആണ് അതിനുള്ളത്. പിന്നെ ഇതിനെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു ELCB കട്ട് ഓഫ് കൊടുത്തിട്ടുണ്ട്, ഈ ബാറ്ററി പവർ കട്ട് ഓഫിന് വേണ്ടിയിട്ട്. അത് നമ്മൾ യൂസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ഓഫ് ചെയ്ത് ഇടുക. അപ്പൊ സ്പാർക്സോ ഷോർട്ട് സർക്യൂട്ട്സോ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആക്സിലേറ്റർ ബ്രേക്ക്, നോർമൽ ഡ്രൈവിൽ ഇട്ട് കഴിഞ്ഞാൽ നോർമൽ ഓട്ടോമാറ്റിക്കലി ഇടുന്ന പോലെ തന്നെ ഓടിച്ചു പോകാൻ. പിന്നെ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട് ഇതിന്. അപ്പൊ അതിന്റെ ചാർജറും നമുക്ക് തന്നിട്ടുണ്ട്. യെസ്. പിന്നെ ഇതിന്റെ വേറെ സ്പെസിഫിക്കേഷൻ, ഇതിന്റെ ബൂട്ട് സ്പേസ് ഉണ്ട്. ഇതിന് ഒരു ചെറിയ ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് എടുത്തു പറയണത്, നമുക്ക് ഇത് എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും, എത്ര വെയിറ്റ് നമുക്ക് ഇതിൽ. ഇത് 400 kilos ആണ് കമ്പനി ഡിസൈൻ ചെയ്തേക്കുന്ന രീതി. 4 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാവുന്ന രീതിയിൽ. പിന്നെ ഇത് കുട്ടികളാണെങ്കിൽ ഇപ്പം ബാക്കിൽ 3 പേർക്ക് ഇരിക്കാം, ഫ്രണ്ടിൽ 2 പേർക്ക് ഇരിക്കാം. അപ്പൊ 5 പേര് ടോട്ടൽ എങ്ങനെയും പോകും. ഞാൻ എന്റെ കുട്ടികൾ, എനിക്ക് 3 കുട്ടികളാണ്, വൈഫ് ഞാനും 3 കുട്ടികളും കൂടി ഇരുന്ന് പോകണേണ്. പിന്നെ ഇതിന്റെ ട്രങ്ക് സ്പേസ് ഇതാണ്. ശരിക്കും ഇവിടെ ചാർജറും ഞാൻ എക്സ്റ്റൻഷൻ കേബിളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്തെങ്കിലും എമർജൻസി റീസൺസിൽ. പിന്നെ ഇതിന്റെ ഇലക്ട്രിക്കൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു പവർഫുൾ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ഇത് നല്ല പവർഫുൾ ആയിട്ടുള്ള 2 ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ബുള്ളറ്റിന്റെ ഐസ്, സെയിം ബുള്ളറ്റിന്റെ ഐസ്. അതുപോലെ റിയറില് ബുള്ളറ്റിന്റെ ടെയിൽ ലാമ്പ്, അതും ഇലിമിനേറ്റഡ് ആണ്. അങ്ങനെയാണ് ലൈറ്റ്സിന്റെ ഇതുള്ളത്. ഇത് പ്രൈസ് ഇപ്പം അവര് 2 സീറ്ററിന്റെ പ്രൈസ് മുതലാണ് അവരുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് പറയുന്നത്. അപ്പൊ 1.9 ആണ് അവരുടെ കോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾ 2 സീറ്റർ ആണെങ്കിൽ. ഇത് 4 സീറ്റർ ആണ്. ഇത് 2.9 lakhs വരും. ഇത് 2.9 lakhs വരും. വിത്ത് ഹുഡ് ആവുമ്പോൾ അത് 3.5 അടുത്ത് വരും വിത്ത് ഹുഡ്, വിത്ത് ദ സെയിം സ്പെസിഫിക്കേഷൻ ഓഫ് ബാറ്ററി. ഞാൻ ഇവിടെ ഇമ്പോർട്ട്, അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രക്കിൽ കയറ്റിയാണ് അവർ കൊണ്ടുവന്നത്. നമുക്ക് നമ്മുടെ ടെർമിനൽ റോഡിലാണ് അവർ ഡെലിവറി ചെയ്തത്. അപ്പം അതിന് അവർ ചാർജ് ചെയ്യുന്നത് 40,000 rupees ആണ് ചാർജ് ചെയ്തത്. എത്ര ലോങ് പോയിട്ടുണ്ട് ഈ ഒരു വണ്ടി എടുത്തിട്ട്? ഇത് ഞാൻ മാക്സിമം പോയിക്കുന്നത് കളമശ്ശേരി. പിന്നെ ഇത് കൊണ്ടുവന്നത് ഞാൻ വരാപ്പുഴ സൈഡിൽ നിന്നാണ് കൊണ്ടുവന്നത്, ടെർമിനൽ റോഡിൽ കൂടെ. അപ്പം ഈസി ആയിട്ട് ഞാനൊരു 80 kilometers കവർ ചെയ്തിട്ടുണ്ട് 1 ചാർജിൽ തന്നെ. അത് ഓൾറെഡി ഞാൻ അത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഷുവർ ആണ് ഇത് ഒരു 80-85 kilometers ഈസി ആയിട്ട് നമ്മൾ 30-35 ഡ്രൈവ് ചെയ്യുമെങ്കിൽ. അവർ 100 ആണ് പ്രോമിസ് ചെയ്യുന്നത്. അത് ഇതിന്റെ ഹുഡ് പ്ലേസ് ചെയ്തതിന് ഒരു പക്ഷേ ചിലപ്പോൾ ഇച്ചിരി കൂടി കുറയും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറെ EV കാർസ് ഇറങ്ങുന്നുണ്ടെങ്കിലും ഇത്ര ഒരു പ്രൈസ് ആണെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ശരിക്കും എല്ലാവരും നമ്മൾ എടുക്കണ വണ്ടികൾ 5 ലക്ഷം 10 ലക്ഷം രൂപയുടെ വണ്ടികളാണെങ്കിൽ നമുക്ക് ഇത് ഒരു എന്താ പറയാ, കാണുമ്പോൾ തന്നെ ആൾക്കാർ ഒരു അട്രാക്ഷനുമാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. മാക്സിമം നല്ല അത്യാവശ്യമുള്ള നല്ല ചാർജിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിൽ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വാഹനം ഉണ്ട്. അത് രസമുണ്ട് കാണാൻ തന്നെ.
നോർമലായിട്ട് ഒരു ബൈക്ക് ഓടിക്കണ പോലെ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു വണ്ടി യെസ് അതാണ് ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ്. അതാണ് നമുക്ക് പോക്കറ്റ് റോഡ്സ് കയറി പോവാം. അതുപോലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുമ്പോ ഇടയിൽ കൂടെയൊക്കെ കുത്തി കയറി പോകണ പോലത്തെ സ്പീഡ് എടുത്ത് പോകാൻ വേണ്ട, സമാധാനത്തിൽ പോവാത്ത, അതാണ് ഏറ്റവും എല്ലാവർക്കും വേണ്ടത്. അതെ, ആക്സിഡന്റ് പ്രോബ്ലംസ് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇതിന്റെ വീൽ ബേസ് കുറച്ചും കൂടി കൂടുതലുള്ളതാണ്. ഗട്ടേഴ്സ് ഒക്കെ ഈസി ആയിട്ട് ക്ലൈംബ് ചെയ്യും. നമ്മ വലിയ ഡിച്ചസിൽ വീണാലും, ഇപ്പൊ ഈ ഡിച്ചസിൽ വീണാലും കയറിപ്പോവും. അപ്പൊ അതിന്റെ മോട്ടോർ പവറും അതിന്റെ വീൽ ബേസിന്റെ പവറാണ് അത് കയറി പോകാൻ ചാൻസസ് അങ്ങനെ കാറിന്. പക്ഷെ ഇതിന്റെ അലോയ്സ് ആണെങ്കിലും രസമുണ്ട്, പഴയ ഒരു കാലത്തെ ഡിസൈനും പരിപാടികളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതെ, അവരുടെ ബാജിങ്ങും അങ്ങനെ തന്നെ നല്ലൊരു ബാജിങ് ആണ് ഗ്രീൻ മാസ്റ്ററിന്റെ ചെയ്തേക്കുന്നത്. സ്ഥലം തന്നെ ഭയങ്കര ഭംഗിയാണ്. ലൈറ്റ് കാര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇനി ഇതിന്റെ വണ്ടി ഇനി ആൾക്കാർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഈ വണ്ടിയുടെ എല്ലാം എടുത്തിട്ട് തരാം. പിന്നെ അത് മാത്രമല്ല, ഷൂട്ടിനാണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു വണ്ടി അടിപൊളിയായിരിക്കും. ഇത് ഭയങ്കര ചെറിയൊരു വീഡിയോ ആണ്. എന്താ വെച്ചാൽ ലൈറ്റ് പെട്ടെന്ന് പോയി, നമുക്ക് ഇപ്പോഴാണ് ടൈം കിട്ടിയത് ഈ വണ്ടിയുടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. എന്താ പറയാ, നല്ലൊരു ഒരു പ്രത്യേക ഒരു ഹാപ്പിയാണ് ഈ ഒരു വാഹനം കാണിക്കാൻ പറ്റിയതിൽ. നമ്മളെപ്പോഴും ചെയ്തേക്കുന്നത് എല്ലാം ഇപ്പോൾ എടുക്കാൻ പോണ വണ്ടികളും പിന്നെ സ്പോർട്സ് കാർസും അങ്ങനത്തെ പറ്റിയ വണ്ടികളൊക്കെ ആയിരുന്നു. പക്ഷെ ഇതൊരു പ്രത്യേകതരം ഒരു വിൻറ്റേജ് കാർ EV ഒരു സെറ്റപ്പിലുള്ള ഒരു വാഹനമായിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് പോകണോണ്ട് പെട്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.